ഈസ്റ്റ് മീഡിയ വൺ ബാലറ്റ് റൈഡ്. നമ്മുടെ യാത്ര അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ആലപ്പുഴയിലെ പല മേഖലകളിലും നമ്മൾ ചെന്നു. ഇപ്പോഴുള്ളത് ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലാണ്. അവിടുത്തെ 7ാം വാർഡിലാണ്. നമ്മൾ പ്രചാരണത്തിന് ഇറങ്ങിയ UDFന്റെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കാണാം. പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ ഒരു പേരുണ്ട്, രാജലക്ഷ്മി എന്ന് പറയുന്നൊരു പേര്. നമ്മൾ പലപ്പോഴും ആ പേര് കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയെ നമുക്കറിയാം. മുഖത്ത് മാസ്ക് ഇട്ട് നമുക്ക് മുന്നിലേക്ക് വന്ന, നമുക്ക് വലിയ ധൈര്യം തന്ന ആ പട്ടാളക്കാരനുണ്ടല്ലോ, ഋഷി രാജലക്ഷ്മി. അദ്ദേഹത്തിന്റെ അമ്മ രാജലക്ഷ്മി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. മോസ്റ്റ് ഫിയർലെസ് മാൻ. അദ്ദേഹത്തിന്റെ അമ്മയാകുമ്പോൾ സ്വാഭാവികമായും ഭയം ഒട്ടും ഉണ്ടാകില്ല. ഇതിനു മുൻപ് മത്സരിച്ചിട്ടുണ്ടായില്ല. ഞാൻ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്താണ്. അസിസ്റ്റന്റ് റിട്ടയർ ആയി. പൊതുരംഗമായിട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ് കണക്ഷൻ ഇപ്പോഴാണ് വരുന്നത്. ആളുകളൊക്കെ കാണുമ്പോഴും അവർ തരുന്ന ഒരു സ്നേഹപത്രത്തോളം 100%, 101% വളരെ പോസിറ്റീവാണ്. അപ്പോൾ വയനാട്ടില് ഞങ്ങൾ അവിടെ റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് അവിടെ ഓപ്പറേഷൻ സൺറൈസ് വാലി എന്ന് പറയുന്ന ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മരിച്ചവരുണ്ടോ എന്ന് ആളുകളെ കൊണ്ട് നിറക്കുന്നതിന്റെ ദൗത്യത്തിന് ഋഷി സാറായിരുന്നു അവിടെ ആ ദൗത്യം അവിടെ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിലേക്ക് വന്ന ധൈര്യവും താങ്കളിൽ നിന്ന് തന്നെയാകും. പിന്നെ ബൈ ബർത്ത് ഹീസ് ഒരു ധൈര്യശാലി തന്നെയാണ്. എന്തൊക്കെയാണ് ഈ നാട്ടിൽ എന്തൊക്കെ മാറ്റമാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്? ഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യ ജീവിക്കുന്നത് തന്നെ. അപ്പൊ ആ ഗ്രാമങ്ങൾ ഡെവലപ്പ് ആയെങ്കിൽ മാത്രമേ നമ്മളുടെ ഇന്ത്യക്കൊരു ഡെവലപ്മെന്റ് വരുത്തുള്ളൂ. ഓരോ നാടും നന്നാവട്ടെ, അങ്ങനെ മൊത്തം നമ്മുടെ നാട് മൊത്തത്തിൽ അങ്ങ് നന്നാവട്ടെ. ഞാൻ ജില്ലാ പഞ്ചായത്ത് ഏതാ ഡിവിഷൻ? മുതുകുളം ഡിവിഷൻ. എങ്ങനെയുണ്ട് നല്ല രീതിയിൽ പ്രചരണം പോകുന്നു, നന്നായി പോകുന്നു. ഞാൻ ഇതിനു മുൻപ് 5 വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ഇത്തവണയല്ല, അതിനു മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ട്. ഞങ്ങൾ പല സ്ഥലത്തും കാസർഗോഡ് നിന്ന് ഇവിടെ വരെ ഇറങ്ങി. പക്ഷെ ഏറ്റവും കൂടുതൽ പോസ്റ്ററുകളും ബാനറുകളും കാണുന്നത് ഇവിടുത്തെ ഇടവഴികളിലാണ്. ശരിയാ. അതെ. ഇവിടെ അതിന് വലിയൊരു പങ്കുണ്ട്. പോസ്റ്റർ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനൊപ്പം ഒരു പോസ്റ്റർ മത്സരങ്ങളും ഉണ്ട്. 7ാം വാർഡില് ഫൈറ്റ് ഫൈറ്റ് ആണോ? മുൻ മെമ്പർ ആയിരുന്നു ഞാൻ. 5 വർഷം മെമ്പർ ആയിരുന്നു. കഴിഞ്ഞ തവണ അല്ല, അതിന് മുന്നിലത്തെ തവണ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ജനപ്രതിനിധികളായിട്ട്. തവണ ഒരു വലിയ ആവേശമാണ് ശരിക്കും പറഞ്ഞ. ഞങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഇലക്ഷനെ നേരിട്ടേനേക്കാ ഇത്തവണ കുറച്ചും കൂടി നല്ല. പ്രത്യേകിച്ച് ഇപ്പം ചേച്ചിയെ പോലുള്ളവരൊക്കെ നമ്മളുടെ കൂടെ വരുമ്പോൾ ചേച്ചിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഞങ്ങൾക്കും കിട്ടാറുണ്ട്. 1 to 1 അവരെ ഡോർ ടു ഡോർ ഒക്കെ ചെന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് വൈകിപ്പോയി തോന്നുന്നുണ്ടോ? കുറെ കൂടെ മുന്നേ വേണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അവര് തന്നെ പറയുന്നുണ്ട്, യു ആർ ദ മോസ്റ്റ് ഡിസർവിംഗ് പേഴ്സൺ ഇൻ ദിസ് ഫീൽഡ്. വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് വനിതകളാകുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉത്തരം പറയേണ്ടതായി? തുടക്കത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു ചോദ്യം വരുമായിരിക്കും. പക്ഷെ ഈ നിമിഷം വരെയും അങ്ങനെ ഒരു ചോദ്യം നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കുറച്ചുകൂടി വലിയ തരത്തിലുള്ള പൊളിറ്റിക്സ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ സംസാരിക്കുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള സമീപനമല്ല ത്രിതല പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ. അപ്പൊ ആ വ്യക്തിയെ മാത്രമേ വാല്യൂ ചെയ്യുന്നുള്ളൂ. ഇതിനും MLA MP വരുമ്പോഴേ നമ്മൾ ആ പൊളിറ്റിക്സിലോട്ട് പോകത്തുള്ളൂ. ഒരു വാർത്ത കൊണ്ട് മറ്റൊരു വാർത്തയെ മറക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ. വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് ഇവിടുത്തെ UDFന്റെ പ്രവർത്തകർ നിൽക്കുന്നത്.